കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന സംഭവം ആരോഗ്യ വകുപ്പ് അന്വേഷിക്കും. ബീച്ച് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് രോഗികളെ മാറ്റിയിരിക്കുന്നത്. അതിനിടെ മോർച്ചറിയിലേക്ക് മാറ്റിയ 5 മൃതദേഹങ്ങൾ അപകടത്തിൽ മരിച്ചവരുടേതാണ് എന്നുള്ള ആരോപണത്തിൽ ഇന്ന് വ്യക്തത വരുത്തും. പുക ശ്വസിച്ച് ആരും മരിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹീദ്, ഈ അപകടം നടന്ന ശേഷമല്ല ഈ മരണങ്ങൾ സംഭവിച്ചത് എന്നാണ് ഇന്നലെ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇന്നലെ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടതുപോലെ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരുന്നുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഉമ്മയുമായി തീർച്ചയായും കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ മരണം, ഇന്നലെ ഉണ്ടായ ഈ അപകടത്തിന്റെ കാരണം, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണവും പരിശോധനയും നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മരണം 5 മരണം എന്നുള്ളതാണ്. അതിൽ ഒരു മരണം ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ്, എവിടേക്ക് എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞു. പക്ഷേ ബാക്കി 4 പേരുടെ മരണത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധന, ഒപ്പം തന്നെ ഈ പകരം സംവിധാനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യം ഈ ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലൊക്കെയാണ് ഇപ്പോൾ രോഗികൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 32 രോഗികൾ ഇങ്ങനെ വിവിധ ആശുപത്രികളിൽ, ഇവിടെ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞവരുണ്ട്. അവരുടെ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തിന്റെ കാരണം എന്നുള്ളത് തന്നെയാണ്. അതിൽ 2 പേർ, രണ്ടുപേരും ആത്മഹത്യാശ്രമം നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് എത്തിയവരാണ്. അതിലൊന്ന് കൽപ്പറ്റ സ്വദേശിയായ നസീറ എന്ന യുവതിയാണ്. അതാണ് ഇന്നലെ ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ ഈ പേരെടുത്ത് പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന് കൊയിലാണ്ടിയിലുള്ള ഒരു ആത്മഹത്യാശ്രമം നടത്തി ഇങ്ങോട്ടെത്തിയ ഒരു യുവാവാണ് നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകും. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊയിലാണ്ടി സ്വദേശിയുടെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 3 പേർ, അവർ ഇവിടെ നിന്നും ഈ അത്യാഹിതം സംഭവിച്ച സമയത്ത്, ഈ പുക ഉയർന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ നിന്നും മെയിൻ ബ്ലോക്കിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിൽ മരിച്ചവരാണ് എന്നുള്ളതാണ് ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പുക ശ്വസിച്ചുള്ള മരണമല്ല, മാറ്റുന്നതിലുണ്ടായ മരണം. പക്ഷെ മാറ്റുമ്പോഴും എങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധുക്കൾ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതായത് വെന്റിലേറ്ററിലുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ, കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആവശ്യത്തിലുള്ള വാതിലുകളോ ഒക്കെ ഒന്നും പുറത്തിറക്കി ഇറങ്ങാനുള്ള സൗകര്യവും സംവിധാനവും ഇല്ലായിരുന്നു എന്ന് തുടങ്ങിയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് അത്യാവശ്യം വേണ്ട മെഡിക്കൽ സഹായങ്ങളൊന്നും ആ സമയത്ത്, ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നൽകുവാൻ ഉള്ള പ്രയാസങ്ങൾ നേരിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള മരണമാണ്. അടിസ്ഥാനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ UPS മുറിയിൽ നിന്ന് ഇത്രത്തോളം വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, പുകയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വെന്റിലേറ്ററിൽ, അതും ക്യാൻസർ പേഷ്യന്റ് ആണ്, സ്വാഭാവികമായും അവർക്ക് ആ പുക ശ്വസിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നു എങ്കിൽ പോലും ഇത്ര ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഈ പുക ശ്വസിച്ചത് മൂലമുള്ള ബുദ്ധിമുട്ട് താങ്ങാൻ കഴിയാതിരുന്നിട്ടുണ്ടാകണം. അതുകൊണ്ട് ഈ മരണം പുക ശ്വസിച്ച് തന്നെ ആയിരിക്കാം എന്നുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംശയം ഉയരുന്നത് സ്വാഭാവികമല്ലേ? ഉമ്മയുമായി തീർച്ചയായും അത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മൃതദേഹങ്ങളിൽ മരിച്ചവരുടെ ഓട്ടോപ്സി മൃതദേഹം പരിശോധന പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമുക്ക് വ്യക്തമാകും. ബാക്കിയുള്ള 3 പേരുടെ മരണം, അത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു രോഗികളെന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ ഇന്നലെ പറയുന്നുണ്ട്. അവരെ മാറ്റുന്നതിനിടയിൽ മരിച്ചു. ഇനി പുക ശ്വസിച്ചാണോ അതല്ല മറ്റ് രോഗാവസ്ഥ മൂലമാണോ മരിച്ചത് എന്നുള്ള കാര്യം സ്വാഭാവികമായും അത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. പക്ഷെ അത് ഇന്ന് ബന്ധുക്കളുമായി, ആ മരിച്ച 3 പേരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് അവരുടെ കൂടി ആലോചന പ്രകാരം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ വിശദീകരിച്ചത്. അക്കാര്യത്തിൽ ഇനി നമുക്ക് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലുള്ള പുക ശ്വസിച്ചാണോ മരണം എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഇനി പുക ശ്വസിച്ചല്ല മരണമെങ്കിൽ കൂടി ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള സൗകര്യമോ സംവിധാനമോ അവർക്ക് ഒരുപക്ഷെ നൽകാൻ കഴിഞ്ഞിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതീവ ഗുരുതരാവസ്ഥയുള്ള രോഗികൾ, അതായത് ഈ ബാക്കിയുള്ള 3 രോഗികൾ, ഒരാൾക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്, മറ്റൊരാൾക്ക് ലിവർ ഡിസീസാണ്, മറ്റൊരാൾക്ക് ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്. അത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണെന്നാണ് ഇന്നലെ പ്രിൻസിപ്പൽ വിശദീകരിച്ചത്. അങ്ങനെയെങ്കിൽ മാറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയായിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ അത് പുക ശ്വസിച്ചാണോ മരണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇക്കാര്യം ഇന്ന് ബന്ധുക്കളുമായി, അവരുടെയും മരിച്ച 3 പേരുടെ ബന്ധുക്കളുമായി ആലോചിച്ച ശേഷമുള്ള അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ കാണുന്ന ദൃശ്യം PMSSI ബ്ലോക്ക്, പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കാണ്. 2 വർഷം മുമ്പാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 6 നിലയിലുള്ള ബ്ലോക്കാണ്. ഇന്ന് ഏറ്റവും താഴെയുള്ള
ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ഇന്നലെ ഈ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെയുള്ള ഈ ഷോർട്ട് സർക്യൂട്ട്, അതായത് ആ ഷോർട്ട് സർക്യൂട്ട് ഈ വൈദ്യുതി പ്രവഹിക്കുന്നതിനുള്ള ഒരു മുറിയുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഫസ്റ്റ് ഗ്രൗണ്ടിൽ പെട്ടെന്ന് തന്നെ പുക ഉയർന്നു. പിന്നീട് തൊട്ട് മുകളിലുള്ള നിലകളിലെല്ലാം സർജറിക്കുള്ള പ്രത്യേക സൗകര്യങ്ങളുള്ള വാർഡുകളാണ്, റൂമുകളാണുള്ളത്. അവിടേക്കൊക്കെ പതുക്കെ പുക ഉയർന്നു എന്നുള്ളതാണ്. ഒന്നാം നിലയിൽ, രണ്ടാം നിലയിൽ, മൂന്നാം നില വരെ പുക എത്തി എന്നുള്ളതാണ്. അവിടെയുള്ള രോഗികളെയാണ് ഇന്നലെ പെട്ടെന്ന് മാറ്റിയത്. ഇപ്പോൾ നമുക്ക് ഈ 6 നിലയുള്ള ബിൽഡിങ്ങിൽ മുഴുവൻ രോഗികളെയും ഇപ്പോൾ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷമേ ഉള്ളൂ രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ. 2-3 ദിവസം എടുക്കും അതിന് എന്നുള്ളതാണ്. ഏതായാലും ഈ 32 രോഗികളാണ് ഇവിടെ നിന്ന് മാറ്റിയ 32 രോഗികളാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലുള്ളത്. 12 പേർ പോലെ തന്നെ ഈ ഗുരുതരാവസ്ഥയിലുള്ള പല രോഗികളും ഉണ്ടാകാം. അവരുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അത് സംബന്ധിച്ചുള്ള പല വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഷഹീദ്? തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള സർജറി ഉൾപ്പെടെയുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റി ബ്ലോക്കും അടിസ്ഥാന കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും രോഗികളെ പ്രവേശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ളവർ സ്വകാര്യ ആശുപത്രിയിലാണുള്ള, സ്വാഭാവികമായും അവിടെയുള്ള വിദഗ്ധ പരിചരണം അവർക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ അപകടത്തിന് കാരണമായത് എന്ത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ്. പുതിയ വൈദ്യുതീകരണ സംവിധാനങ്ങളൊക്കെ പുതിയതാണ്, വയറിംഗ് സംവിധാനമൊക്കെ പുതിയതാണ്. പിന്നെ എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിനുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെ ഇന്ന് ഈ KCB അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ പരിശോധനയൊക്കെ ആവശ്യമുണ്ട്. ഏതായാലും അത്തരം പരിശോധനകളും ഇന്ന് ഇതിൻ്റെ കൂടെ നടക്കും.